ഞാനൊരു ചൂണ്ടാക്കിയിട്ടിരിക്കും, ഇതുപോലെ ആരെങ്കിലും വന്ന് പെടട്ടെ. പ്രതീക്ഷിക്കാം, ആഗ്രഹമുണ്ട്, ഒരു ചെറിയൊരു തൊണ്ടൊക്കെ മനസ്സിലുണ്ട്, ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കുന്നു. എന്നാ എപ്പോൾ എങ്ങനെയാണെന്നൊന്നും പറയാനായിട്ടില്ല. കാരണം ഇപ്പൊ അത്യാവശ്യം ചില കമ്മിറ്റ്മെന്റുകളുമായിട്ട് പോകുന്നത് കൊണ്ടും നമ്മുടെ അത്ഭുതദ്വീപ് 2 ഒക്കെ ഇനി വരാനുണ്ട്. അതിനൊക്കെ ഇങ്ങനെ അനൗൺസ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ ശേഷം ഒന്ന് സ്വസ്ഥമായി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ പ്രീ പ്രൊഡക്ഷനൊക്കെ ഒരു 3 മാസം നമ്മൾ അതിനുവേണ്ടി തന്നെ സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമായതുകൊണ്ടും ഇനി സിനിമ ചെയ്യുമ്പോൾ കുറച്ചുകൂടി അതിലേക്ക് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ കുറച്ച് കൂടുതൽ സമയം ഇരിക്കണമെന്ന് ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നാലും ഒരു സിനിമ കൂടി ചെയ്യണം എന്നുള്ളൊരാഗ്രഹം മനസ്സിലുണ്ട്. സന്തോഷം ചോദിച്ചത്. ആക്ച്വലി ഇപ്പം ഇമ്മീഡിയറ്റ് തുടങ്ങാൻ പോകുന്നത് ഔസേപ്പിന്റെ ഒസ്യത്ത് എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ശരത് എന്ന് പറയുന്ന ഒരു പുതിയ ഡയറക്ടറാണത്. ഞാനും നമ്മുടെ ദിലീഷ് പോത്തനുമാണ് പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ കുട്ടേട്ടൻ, കന്നിക്കുസൃതി, അങ്ങനെ നല്ലൊരു താരനിരയുണ്ട്. വളരെയധികം എക്സൈറ്റ് ചെയ്യിപ്പിച്ചൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അത് നെക്സ്റ്റ് മന്ത് 6th തുടങ്ങുന്നത്. അപ്പോൾ അതിനുവേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഇനിയിപ്പോൾ ഇമ്മീഡിയറ്റ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ജോയിൻ ചെയ്യുന്നത് ബ്രോമാൻസ് എന്ന് പറയുന്നൊരു സിനിമയാണ്. നമ്മുടെ ജോൻജോടെ ഡയറക്റ്റ് ചെയ്യുന്നത്. അതിനകത്ത് അർജുന അശോകനും നമ്മുടെ സംഗീത് പ്രേമലുവിലെ പേരുണ്ട്, മാത്യൂസ്, മഹിമ നമ്പ്യാര്, ഞങ്ങൾ 5 പേരാണ് പ്രധാന കഥാപാത്രങ്ങൾ. അപ്പോൾ അതാണ് അതിന് ശേഷം ജോയിൻ ചെയ്യുന്നത്. പിന്നെ അതിന് പുറകെ സിനിമകളുണ്ട്, അതൊക്കെ തുടങ്ങുന്നത് പറയാം. അല്ല, ഇതൊക്കെ കുറെ മാസങ്ങൾക്ക് മുൻപ് നമ്മൾ കഥ കേട്ട് കമ്മിറ്റ് ചെയ്യുന്നത്, കുറെ മുൻപുള്ള. ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. കനി ഒരിക്കലും അങ്ങനെ ഒരു പേഴ്സൺ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് അങ്ങനെ വളരെ വലിയ അടുപ്പില്ല. ഞങ്ങൾ വളരെ ചുരുക്കം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷെ അവരെ കുറിച്ച് കേട്ട അറിയാത്രയും അവരങ്ങനെയുള്ളൊരു ആളല്ല. എനിക്കൊന്നും മലയാളത്തിൽ ഇപ്പോൾ ഉള്ള ആരും അങ്ങനെ പെട്ടെന്ന് ഒരു സക്സസ് വരുമ്പോൾ അതിന്റെ പേരിൽ ശമ്പളം കൂട്ടുന്ന ആളുകളല്ല. നമ്മൾ മുൻപ് കേട്ടങ്ങനെ പരിചയം ഉണ്ടെന്നുണ്ടെങ്കിലും മലയാളത്തിൽ അങ്ങനെ ആരും ഇല്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. അതെ അതെ, തീർച്ചയായും. ഇനിയുള്ളത് വലിയൊരു മൈലേജ് തന്നെയാണ് ആ സിനിമ. എന്നെ കൊന്നില്ലേ മദ്രാസിൽ, വെടിവെച്ച് കൊന്നില്ലേ? ഞാൻ രാജനോട് പറഞ്ഞായിരുന്നു, ഒന്ന് കണ്ണിറക്കി കാണിച്ചിരുന്നെങ്കിൽ ഞാൻ ഒഴിഞ്ഞു മാറിയിരുന്നു ലൂസിഫറില്. അപ്പൊ അതുകൊണ്ട് ഇതിലില്ല. ഡയറക്ഷൻ നടക്കുന്നു, അതിന്റെ ഡിസ്കഷൻസ് ഒക്കെ നടക്കുകയാണ്. അപ്പൊ അത് ആകുമ്പോൾ പറയാം, ഉണ്ടാവും തീർച്ചയായിട്ടും. ഈ പറയുന്ന പോലെ സിനിമയാണല്ലോ നമ്മുടെ ജീവിതം. അപ്പം സിനിമയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്ര നമ്മുടെ കഴിവിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഡയറക്ഷനും എഴുത്തും ഒക്കെ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവനെ പോലെ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഇല്ല, ഇപ്പൊ വരുന്ന ഈ സിനിമകളിലൊന്നും പോലീസല്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് ഇപ്പൊ പറഞ്ഞത്, നമ്മൾ ചില സിനിമകൾ പോലീസാണെന്നോ, പോലീസ് ഞാനിപ്പോ ഈ താടി വളർത്തിരിക്കുന്നത് തന്നെ കുറച്ചൊരു ഗ്യാപ്പ് ഇടാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളെ വിളിക്കുമ്പോൾ വേറൊരു സിനിമയിൽ താടി വളർത്തിരിക്കും അങ്ങനെ പറയാലോ, അല്ലെങ്കിൽ നമുക്കൊരു അവർക്കൊരു വിഷമം തോന്നും. അപ്പം ചേട്ടന് മാത്രമുള്ള ലൈസൻസ് ആണ് താടി വെച്ച് പോലീസായിട്ട് അഭിനയിക്കുക. പോലീസായിട്ട് അഭിനയിക്കുന്ന ഒരു കുറവായിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല കേട്ടോ. കാരണം ഇല്ല, സ്ഥിരമായിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ആ ക്യാരക്ടേഴ്സ് വരെ നോക്കി കഴിഞ്ഞാൽ അതിനൊക്കെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ കഥയിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു കഥാപാത്രമായിരിക്കും. അതല്ലാതെ നമ്മൾ ചെയ്യുമ്പോഴാണല്ലോ നമുക്കൊരു ഇത് ഓരോ കഥാപാത്രത്തിന് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുള്ള ടൈപ്പ് പോലീസ് കഥാപാത്രങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതല്ലാതെ അപ്പം അതല്ലാതെയും ചെയ്തിട്ടുണ്ട്. സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം എവിടെയൊക്കെ വരുന്നേ. നമ്മളിപ്പോ എന്റെ വാപ്പായോ എന്റെ ഇക്കായോ എന്റെ സഹോദരങ്ങളോ എന്റെ സ്വന്തക്കാരോ ബന്ധക്കാരുണ്ടോ സിനിമ പിടിക്കുന്ന പ്രൊഡ്യൂസർ, അവര് ഡയറക്ടറൊക്കെ അവരെല്ലാവരും ആലോചിച്ചിട്ട് നമ്മളൊരു ഇതിന് വിളിക്കുന്നു, അവർ തരുന്ന സാധനം ചെയ്യുന്നു. എനിക്ക് അരി മേടിക്കണം, എൻ്റെ കുടുംബാംഗങ്ങളെ നോക്കണം, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനോട് ചില്ലറ വേണം. അതിനകത്ത് നമ്മൾ പണിയെടുക്കുന്നു, നമ്മൾ പൈസ മേടിക്കുന്നു, അതേ ഉള്ളൂ.